വിഭവസമർത്ഥമായ ഒരു ലഞ്ചാണ് ഞാൻ ശ്രീനിക്ക് വേണ്ടി ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു കട തുടങ്ങി എന്ന് നിങ്ങൾ വിചാരിക്കും. ആക്ച്വലി കറക്റ്റ്. ഒരു ചെറിയ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി ഇത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു സാധനമാണ്. ഇന്ന് നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത് മുഴുവൻ ടേസ്റ്റി നിബിൾസിൻ്റെ ഐറ്റംസ് വെച്ചിട്ടാണ്. ടേസ്റ്റി നിബിൾസിൻ്റെ ചോറ്, ടേസ്റ്റി നിബിൾസിൻ്റെ കറികൾ, അച്ചാറ്, അങ്ങനെ ഫുള്ള് ഇന്ന് ടേസ്റ്റി നിബിൾസിൻ്റെ മയമായിരിക്കും. അപ്പം ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ പോവാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടെ കുറച്ച് മീൻ പീരയും കൂടെ വെച്ച അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് വേറൊരു ഐറ്റം ഉള്ളത് നോക്കൂ, മത്തിക്കറി. മത്തിക്കറിയാണിത് ആക്ച്വലി. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ബിക്കോസ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറ്. എടാ ഇതല്ലേടാ, ഇത് ചോറല്ലേടാ. ഓൾറെഡി ഇത് കുക്ക്ഡ് മട്ട റൈസാണ്, കുത്തരിച്ചോറ്. നീ എന്നോട് കുത്തി കുത്തി ചോദിക്കില്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, റെഡി? സോ ടേസ്റ്റി നിബിൾസിൻ്റെ മീൻ കറിയാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത്. അത് വെറും മീൻ കറിയല്ല, കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ ചേർത്ത മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അർജൻറ്റായിട്ട് ഇങ്ങനത്തെയൊക്കെ ദിവസങ്ങൾ വെൻ യു ആർ നോട്ട് ഫീലിംഗ് ലൈക്ക് കുക്ക് ചെയ്യാൻ ഒട്ടും നമുക്ക് ഒരു മൂഡൊന്നും ഇല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്രയും രുചിയുള്ള ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ, പുറത്തുനിന്ന് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ. ബിക്കോസ് ഇത് ഒരാൾക്കുള്ള ഒരു പോർഷനാണ്. ഇതിപ്പോൾ ഞാനും ശ്രീനിയുള്ളതുകൊണ്ട് 2 പേരുടെ സാധനമാണ്. മാത്രമല്ല ഇതെങ്ങനെ ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഒരു ജാപ്പനീസ് റീടോട്ട് ടെക്നോളജി, അതായത് ഒരു മിലിറ്ററി ഗ്രേഡ് ഒരു ടെക്നോളജിയാണ്. അതായത് ഇത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമേ അല്ല. ഇത് ആക്ച്വലി ബാക്ടീരിയനെ കൊന്ന് റീടോട്ട് ടെക്നോളജി. തുറന്നില്ലെങ്കിൽ 18 മാസം വരെ ഇത് നമുക്ക് ഇങ്ങനെ ഷെൽഫ് ലൈഫ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഹിമാലയത്തിലേക്കൊക്കെ പോവുകയാണ്, ട്രാവൽ ചെയ്യുകയാണ്, ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ള ചൂടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. പല രീതിയിൽ ഇത് ചൂടാക്കാം. ഒന്ന്, ചൂടുവെള്ളത്തിൽ ഇത് മുക്കി വയ്ക്കുക. അതായത് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഇത് മുക്കി വെച്ച് നല്ല ചൂടായി വരും. അല്ലെങ്കിൽ നമുക്കിത് തുറന്ന്, ഇപ്പം ഞാൻ ചെയ്യാൻ പോണ എല്ലാവരും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡ് മൈക്രോവേവിൽ ഇത് വെച്ച് ചൂടാക്കാം. അതായത് മൈക്രോവേവിൽ വെച്ചിട്ട് ഇത് ചൂടാക്കാം. ആൻഡ് ഇത് ഈ പാനിൽ ഒഴിച്ച് ചൂടാക്കാം. അപ്പം ആ പാനിൽ ഒഴിച്ച് ചൂടാക്കലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇത് മേളിലേക്ക്, നമ്മൾ ഈ കൊക്കക്കോളയുടെ ഇത് മേളിലേക്ക് ഇങ്ങനെ അതൊക്കെ വലിക്കുക. പ്രസ് ചെയ്യുക, വലിക്കുക. നല്ല സ്മെല്ല് അല്ലേ? ഇതിൽ പീസോടെയാണ് ഇവർ തന്നിരിക്കുന്നത്, കണ്ട. അപ്പോൾ ഒരു പീസ് വീഴുന്നില്ലടാ, വീണു. ഓക്കെ, അപ്പോൾ ഇത് ഒരാൾക്കുള്ള പോർഷൻ ഇതിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ എനിക്ക് 2 പേരായതുകൊണ്ട്, ഞാനും ശ്രീനിയും കുറച്ച് ഫുഡ് അടിയുടെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ 2 എണ്ണമാണ് എടുക്കുന്നത്. ഇതൊന്നും കൂടി കാണിച്ചു തരാം. ഹീറ്റ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, കുക്ക് ചെയ്യുക. കുക്കല്ല, ഓപ്പൺ, ഹീറ്റ്, ഈറ്റൺ. അയ്യോ എൻ്റെ അമ്മേ. അപ്പം നമ്മൾ ഇനി ഷാപ്പിലെ കറിയും കൂടെ ഉണ്ടാക്കാൻ പോവാണ്. സെയിം സാധനം. ഓ എന്തൊരു മണമാണ് അത് ഇവിടുത്തെ മണവും 2 മണമുണ്ട് കേട്ടോ. സൂപ്പർ സ്മെല്ലാണ് ഗൈസ്. നിങ്ങളിത് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ. കുക്ക്ഡ് മട്ട റൈസാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോണത്. കുക്ക്ഡ് മട്ട റൈസ്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും നമ്മൾ അരി ചെയ്യുന്നത് പോലെ വെള്ളത്തിലിട്ട് അത്രയും സമയമൊന്നും ഇല്ല മക്കളെ. ഇത് 1 പാക്കറ്റ്, ഇത് 1 പാക്കറ്റ്. നമുക്ക് 2 പാക്കറ്റ് പോരെ കൂട്ടാ? ഇത് പോരെ? ചോറ് നമ്മൾ 2 പാക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഒരു ക്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അന്ന് തന്നെ യൂസ് ചെയ്ത് 1-2 ദിവസത്തിൽ തീർക്കണം. ഏത് സ്പൂൺ ഉടച്ചു വിടണം. ബിക്കോസ് ചോറായതുകൊണ്ട് മലയാളികളുടെ സ്വന്തം ചോറാണിത്. വാ വാ വാ. ഒരു മീൻ പീര വേണോ? എനിക്ക് അത് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, മീൻ പീര. നമുക്ക് അതും കൂടി ചെയ്യാം. ഓക്കെ, ഇതെല്ലായിടത്തും കിട്ടും. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഉണ്ട്, ഓൺലൈനിലുണ്ട്. പിന്നെ ഒരു ഡിസ്കൗണ്ട് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് എൻ്റെ കോഡ് അങ്ങോട്ട് പറഞ്ഞാൽ മതി. വെബ്സൈറ്റിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ NILA10 എന്നടിച്ചാൽ നിങ്ങൾക്ക് യു വിൽ ഓൾസോ ഗെറ്റ് ഒരു നല്ലൊരു അടിപൊളി ഡിസ്കൗണ്ട്. ഞാൻ ശ്രീനിയും ഇപ്പം ബിസിയാണിന്ന്, ഞങ്ങൾക്ക് ഷൂട്ടുള്ളൊരു ദിവസമാണ്. പക്ഷേ പുറത്തുനിന്ന് കഴിക്കാനുള്ള വലിയ മൂഡൊന്നും ഇല്ലാത്തതുകൊണ്ട് വി ആർ ജസ്റ്റ് ഗോന. ഇത് 2 ചൂടായിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇനി ഇളക്കി കൊടുക്കാം. ഞാൻ ഒന്ന് ഇളക്കി. ഇത് ചാപ്പില കറി. ഓക്കെ,
ചൂടാക്കി. ഓ ഓ പൊളി ഐറ്റംസ്. ഇനി ഇവർക്ക് കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ട്. ബൈ ദ വേ, ഇവർക്ക് നല്ല പ്രോൺസ് മാംഗോ കറി ഉണ്ട്. പ്രോൺസ് മാംഗോ കറി, അതായത് ഇതേപോലെ തന്നെ പ്രോൺസിന്റെ മാംഗോ കറി ഉണ്ട്. ഇതേ സാധനം തന്നെയാണ്, നോ പ്രിസർവേറ്റീവ്സ്, 18 months ഷെൽഫ് ലൈഫ് ആണ്, ജാപ്പനീസ് റീടോട്ട് ടെക്നോളജി. അതേപോലെ തന്നെ ദേ ഹാവ് കേരള ഫിഷ് കറി വിത്ത് മുളകിട്ടത്, അതായത് മുളകിട്ടിന്റെ ഫിഷ് കറി ഉണ്ട്. കറക്റ്റ് ഈ നേരത്തെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ കയറുന്ന അവർ ഓ പേളി എന്തോരം കറികളായിരുന്നു ഇളക്കിക്കൊണ്ടിരിക്കണേ. പക്ഷെ ഇതൊക്കെ ഒളിപ്പിച്ച് വെക്കണം കേട്ടാ, ഇതൊന്നും കാണാൻ പാടില്ല. അയ്യോ എന്തൊരു കുഞ്ഞു പ്രോൺസാ, സോ ക്യൂട്ട് അല്ലേ. നല്ല വേറൊരു ഐറ്റംസ് ഉണ്ട് മോനെ, നല്ല അടിപൊളി ഫിഷ് പിക്കിൾസ്. പിന്നെ ഒരു ഐറ്റം ഞാൻ വിട്ടുപോയടാ, ഫ്രൈഡ് മസാല പ്രോൺസ്. ഓ നല്ല ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി ചിപ്സ് കഴിക്കണ പോലെ കഴിക്കാം, നല്ല എരിവും. അടിപൊളി അല്ലേ. ഇനി നമുക്ക് ഫുൾ സെർവ് ചെയ്തിട്ട് കാണാം. നമുക്ക് ആദ്യം കോക്കനട്ട് ഫിഷ് കറിയാണ്, ഒരു പീസും കൂടി എടുക്കാം. സൂപ്പർ എടാ, സത്യം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നാടൻ രുചി. സത്യം പറയാലോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഈ ഒരു ടേസ്റ്റിൽ കിട്ടാന്നുള്ളത് വലിയൊരു സംഭവമാണ്. നിലു അവിടെ എന്തൊക്കെയോ അടിച്ച് പൊളിക്കുന്നുണ്ട്, ഞാനിവിടെ കഴിച്ചടിച്ച് പൊളിക്കുമ്പോൾ അവൾ വീടടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ വലിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. മാത്രമല്ല വെബ്സൈറ്റിൽ, ആമസോണിലും ഇത് അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ പോകുമ്പോൾ NILA10 എന്ന് പറയുന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കിട്ടും, 10% ഡിസ്കൗണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് വാങ്ങിച്ച് എൻജോയ് ചെയ്ത് കഴിക്കുക. സോ ഗൈസ്, ശ്രീനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തു, ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരു ഉരുളയും കൂടെ ശ്രീനിയുടെ റിയാക്ഷൻ കാണിച്ചു തരാം. ശരിക്കും നാടൻ കറി.